പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമേൻ. ഇന്ന് ജനുവരി 25 ഞായർ. ധനഹാ പെരുന്നാളിന് ശേഷം മൂന്നാമത്തെ ഞായറാഴ്ചയായ ഇന്ന് വിശുദ്ധ ഏവൻഗേലിയോനായി വായിച്ചതായ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങളാണ്. നാളെ മുതൽ 3 നോമ്പ് ആചരിക്കുന്നതായ പശ്ചാത്തലത്തിൽ ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ മതപരമായി വെറുതെ ജീവിക്കുന്നവൻ മാത്രമോ, അതോ പുതുജന്മം പ്രാപിച്ച യഥാർത്ഥ വിശ്വാസിയോ? ഇന്നത്തെ വചനത്തിൽ നിക്കോദിമോസ് എന്ന ഒരാളെ നാം കാണുന്നു. അവൻ പരീശനാണ്, യഹൂദന്മാരുടെ പ്രമാണിയാണ്, നിയമത്തിൽ പണ്ഡിതനാണ്, സമൂഹത്തിൽ മാന്യനാണ്. മനുഷ്യരുടെ കാഴ്ചയിൽ അവൻ വിശുദ്ധനായിരുന്നു. എന്നാൽ യേശുവിൻ്റെ കാഴ്ചയിൽ അവൻ പുതുജന്മം പ്രാപിച്ചിട്ടില്ലാത്തവനായിരുന്നു. അതിനാലാണ് യേശു അവനോട് പറയുന്നു, ഒരുവൻ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. നിക്കോദിമോസിനെ നമുക്കറിയാം. രാത്രിയിൽ അവൻ യേശുവിൻ്റെ അടുക്കൽ എത്തിയവനാണ്. അവന് ലോകപ്രകാരം സ്ഥാനമുണ്ടായിരുന്നു, പക്ഷേ സമാധാനം അവൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. അവന് അറിവ് ഉണ്ടായിരുന്നു, എന്നാൽ രക്ഷയുടെ ഉറപ്പ് അവനില്ലായിരുന്നു. ഇന്ന് പലരും അങ്ങനെ തന്നെയാണ്. പദവികളുണ്ട്, ഹൃദയത്തിൽ ദൈവമില്ല. മതം നമ്മെ അലങ്കരിക്കും, എന്നാൽ യേശുവാണ് നമ്മെ പുതുക്കുന്നത് എന്നതായ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. നിനിവെ അങ്ങനെയായിരുന്നു. നഗരം വലിയതായിരുന്നു, പക്ഷെ പാപം അതിലും വലുതായിരുന്നു. അതിനാലാണ് ദൈവം അവരെ ഉപവാസത്തിലേക്ക് വിളിച്ചത്. യേശുതമ്പുരാൻ നിക്കോദിമോസിനോട് പറയുകയാണ്, ജലം കൊണ്ടും ആത്മാവ് കൊണ്ടും ജനിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല. ഇത് ആത്മീയ ജനനത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഹൃദയത്തിൻ്റെ നവീകരണം. പുറത്ത് വൃത്തിയാക്കുന്നത് കൊണ്ട് ഉള്ളിലെ മലിനത മാറുകയില്ലല്ലോ. വെള്ളം ശരീരം കഴുകും, ആത്മാവ് ഹൃദയം കഴുകും. നാളെ മുതൽ ആരംഭിക്കുന്ന നോമ്പ് അത് ഭക്ഷണം ഒഴിവാക്കുന്നത് മാത്രമല്ല, പാപം ഒഴിവാക്കാനായിട്ടുള്ള ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത്. നോമ്പ് ആത്മാവിൻ്റെ വിശപ്പാണ് എന്നത് തിരിച്ചറിയുക. നോമ്പ് ദൈവത്തെ അന്വേഷിക്കലാണ്. നിനിവാക്കാരെ പോലെ നമുക്കും അനുദപിക്കുവാൻ, പാപം സമ്മതിക്കുവാൻ, ദൈവത്തിലേക്ക് തിരിയുവാൻ ഇടയായി തീരണം. വേദഭാഗത്തില് കാറ്റിനെ കുറിച്ച് ഒരു ഉദാഹരണം സൂചിപ്പിക്കുന്നുണ്ട്. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. യേശു പറയുന്നു, കാറ്റിനെ കാണാനാവില്ല, പക്ഷെ അതിൻ്റെ ഫലം കാണാം. അതുപോലെ പരിശുദ്ധാത്മാവിനെ കാണാൻ നമുക്ക് സാധിക്കുകയില്ല, പക്ഷെ ജീവിതത്തിലെ മാറ്റം കാണാൻ സാധിക്കും. പുതുജന്മം ഉണ്ടായാൽ ജീവിതം മാറും. സ്നേഹത്തിൻ്റെ ഒരു ജീവിതം നയിക്കാൻ സാധിക്കും. വിനയത്തിൻ്റെ ജീവിതം നയിക്കാൻ സാധിക്കും. പാപം പരിശുദ്ധിയായി മാറും. പരിവർത്തനമാണ് യഥാർത്ഥ നോമ്പിൻ്റെ ആഹ്വാനം. നിനിവാക്കാരെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കുമ്പോൾ അവർക്കുണ്ടായിരുന്ന വിളി ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു. ദൈവം നിനിവേക്ക് 40 ദിവസം കൊടുത്തു. അവർ ഉടനെ പ്രതികരിച്ചു, താമസിച്ചില്ല, അവർ നീട്ടിവെച്ചില്ല. ഇത് ദൈവം നമ്മോട് പറയുന്നു, ഇപ്പോൾ തന്നെ തിരിയുക. നാളെ നമ്മുടെ കൈകളിൽ അല്ല, ഇന്ന് മാത്രം നമ്മുടെ കൈകളിലുണ്ട്. നാളെ അനിശ്ചിതമാണ്, ഇന്ന് രക്ഷയുടെ ദിവസമാണ്. നിക്കോദിമോസ് രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വന്നു. എന്നാൽ യേശുവിനെ കണ്ടെത്തിയത് മൂലം അവൻ വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുക. നിനിവ പാപത്തിലായിരുന്നു, അവർ പശ്ചാത്താപത്തിലേക്ക് വന്നു. നാമും ഇത് തീരുമാനമെടുക്കണം. നോമ്പ് അവസാനിക്കുമ്പോൾ ഭക്ഷണം മാത്രം മാറ്റരുത്, ജീവിതം മാറ്റുക. ദൈവം നമ്മുടെ ഹൃദയം ചോദിക്കുന്നു. ആയതിനാൽ ദൈവസന്നിധിയിലേക്ക് നവീകരിക്കപ്പെട്ട ആളുകളായി തീരുവാൻ
നമുക്കിടയായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവെ, മതജീവിതത്തിൽ ഒതുങ്ങാതെ ആത്മീയ പുതുജന്മം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിനുവാക്കാരെ പോലെ ഹൃദയത്തിൽ പശ്ചാത്താപം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പുതുക്കി നിന്റെ രാജ്യം കാണുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.